ഭാരതീയ ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങൾ ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ചന്ദ്രന്റെ സ്ഥാനമനുസരിച്ച് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ദോഷങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് കാലക്രമേണ ചില തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും ഭയത്തോടെ വീക്ഷിക്കപ്പെടുന്നതുമായ ഒരു നക്ഷത്രമാണ് ആയില്യം. ആയില്യം പെൺകുടി അമ്മായിയമ്മയെ കൊല്ലും, ആയില്യം പാമ്പു നക്ഷത്രമാണ്, കടുപ്പം കൂടുതലാണെന്നിങ്ങനെ നെഗറ്റീവായ പല പരാമർശങ്ങളും ഈ നക്ഷത്രത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഈ വാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? ആയില്യം നക്ഷത്രത്തെ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടോ? അതോ ഇതിന് നാം തിരിച്ചറിയാത്ത മഹത്തായ ഗുണങ്ങളും സവിശേഷതകളുമുണ്ടോ? ഈ വീഡിയോയിൽ ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ പൊളിച്ചെഴുതി അതിന്റെ യഥാർത്ഥ മഹത്വവും അനുകൂല ഘടകങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നു. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം. കർക്കിടകക്കൂറിൽ വരുന്ന അവസാനത്തെ നക്ഷത്രമാണിത്. ബുധൻ ഭഗവാനാണ് ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ. ബുധൻ എന്നത് ബുദ്ധി, ആശയവിനിമയം, യുക്തിചിന്ത, കാര്യക്ഷമത എന്നിവയുടെ ഗ്രഹമാണ്. സർപ്പങ്ങളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതകൾ. ഇത് പലപ്പോഴും ഭയത്തിന് കാരണമാകാറുണ്ട്. എന്നാൽ സർപ്പങ്ങൾ ജ്ഞാനം, പുനരുത്ഥാനം, സംരക്ഷണം, ആഴത്തിലുള്ള രഹസ്യങ്ങൾ എന്നിവയുടെ പ്രതീകമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ ചിഹ്നം ചുറ്റിപ്പിണഞ്ഞ സർപ്പങ്ങളാണ്. ഇത് ആഴത്തിലുള്ള ഉൾക്കാഴ്ച, കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്, നിഗൂഢതകൾ കണ്ടെത്താനുള്ള താല്പര്യം, സംരക്ഷണം, മറഞ്ഞിരിക്കുന്ന ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം കാരണം പലരും ആയില്യത്തെ ഭയക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പങ്ങളാണെന്നും ഈ നക്ഷത്രത്തെ നാഗനക്ഷത്രമെന്നും വിശേഷിപ്പിക്കുന്നു. ഈ ബന്ധത്തിന് പിന്നിൽ മഹാഭാരതത്തിലെ ജനമേജയന്റെ സർപ്പസത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കഥയുണ്ട്. പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ എന്ന സർപ്പം കടിച്ചു കൊന്നതിനുള്ള പ്രതികാരമായി പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ ലോകത്തിലെ എല്ലാ സർപ്പങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ ഒരു വലിയ സർപ്പസത്രം ആരംഭിച്ചു. ഈ യാഗത്തിന്റെ തീവ്രതയിൽ മന്ത്രങ്ങളുടെ ശക്തിയാൽ ലോകമെമ്പാടുമുള്ള സർപ്പങ്ങൾ ആകർഷിക്കപ്പെട്ട് യാഗാഗ്നിയിലേക്ക് വന്ന് എരിഞ്ഞടങ്ങി. ഈ സമയത്ത് സർപ്പങ്ങളുടെ മാതാവായ കദ്രുവിന്റെ സഹോദരിയായ ജരത്കാരുവിന്റെ പുത്രനായ ആസ്തിക മഹർഷി സർപ്പങ്ങളെ രക്ഷിക്കാനായി യാഗഭൂമിയിലെത്തി. ആസ്തിക മഹർഷി തന്റെ വിജ്ഞാനവും തപശക്തിയും ഉപയോഗിച്ച് ജനമേജയനെ പ്രീതിപ്പെടുത്തുകയും യാഗം നിർത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആസ്തികൻ യാഗത്തെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ എല്ലാ സർപ്പങ്ങളും അഗ്നിക്കിരയാകുമായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ആസ്തികന്റെ ജന്മനക്ഷത്രമായ ആയില്യം സർപ്പങ്ങൾക്ക് അഭയം നൽകിയ നക്ഷത്രമായി അറിയപ്പെടുകയും സർപ്പങ്ങളെ ഈ നക്ഷത്രത്തിന്റെ ദേവതയായി കണക്കാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയില്യം നാളിൽ ജനിച്ചവർക്ക് സർപ്പദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് അവർക്ക് ഗുണകരമാണെന്നും ഒരു വിശ്വാസമുണ്ട്. സർപ്പങ്ങൾ വിഷം പേറുന്ന ജീവികളാണെങ്കിലും വിഷമെന്നത് ഒരു ശക്തിയാണ്. അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നവരും വിവേകശാലികളും ഈ നക്ഷത്രക്കാർക്കിടയിൽ തന്നെ ഉണ്ടാകും. ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് നിലവിലുള്ള നെഗറ്റീവ് ധാരണകൾക്ക് വിപരീതമായി ഈ നക്ഷത്രക്കാർക്ക് നിരവധി സവിശേഷതകളും മഹത്തരവുമായ ഗുണങ്ങളുണ്ട്. അവരെ അടുത്തറിയുന്ന ഏതൊരാൾക്കും ഈ ഗുണങ്ങൾ മനസ്സിലാകും. ബുധൻ അധിപനായതിനാൽ ആയില്യം നക്ഷത്രക്കാർക്ക് അസാമാന്യ ബുദ്ധിശക്തിയും സൂക്ഷ്മമായ വിശകലന ശേഷിയും ഉണ്ട്. കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപീകരിക്കാനും ഇവർക്ക് കഴിയും. ഒരു പ്രശ്നത്തെ പല കോണുകളിൽ നോക്കിക്കാണാനും അതിന് ഏറ്റവും മികച്ച പരിഹാരം കണ്ടെത്താനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇവർക്കു ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണാനും സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി സമീപിക്കാനും സാധിക്കുന്നു. ഇത് ഇവരെ മികച്ച ഗവേഷകരും ശാസ്ത്രജ്ഞരും തന്ത്രജ്ഞരുമാക്കി മാറ്റുന്നു. ബുധൻ ആശയവിനിമയത്തിന്റെ ഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് മികച്ച ആശയവിനിമയ ശേഷിയുണ്ടാകും. തങ്ങളുടെ ആശയങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് അവരെ നല്ല പ്രഭാഷകരും എഴുത്തുകാരും ഉപദേഷ്ടാക്കളുമൊക്കെയാക്കി മാറ്റുന്നു. തങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഇവർക്ക് കഴിയും. ആയില്യം നക്ഷത്രക്കാർക്ക് അസാധാരണമായ ഉൾക്കാഴ്ചയുണ്ട്. മറ്റുള്ളവരെ മനസ്സറിയാനും സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാനും ഇവർക്ക് കഴിയും. സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനും ഇവർക്ക് കഴിയും. ബുദ്ധിശക്തിയോടൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഒരു ലക്ഷ്യം നേടുന്നതിനായി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും. നയതന്ത്രപരമായി കാര്യങ്ങളെ സമീപിക്കുന്നതിനാൽ പലപ്പോഴും ഇവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കാറുണ്ട്. സംഘർഷ സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും വിജയത്തിലേക്ക് നയിക്കാനും ഇവർക്ക് കഴിയും. ജ്ഞാനം നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഈ നക്ഷത്രക്കാർക്ക് അമിതമായ താല്പര്യമുണ്ടാകും.
ഉപരിപ്ലവമായ അറിവിൽ ഒതുങ്ങി നിൽക്കാതെ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇവർ ശ്രമിക്കും. ഗവേഷണ മേഖലയിലും നിഗൂഢ ശാസ്ത്രങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. സർപ്പങ്ങളാണ് ദേവതകൾ എന്നതുകൊണ്ട് സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ആയില്യം നക്ഷത്രക്കാർ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും തങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്നവരെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഇവർക്ക് നല്ലൊരു സുഹൃത്തായിരിക്കാനും വിശ്വസ്തനായ പങ്കാളിയായിരിക്കാനും സാധിക്കും. ചില സമയങ്ങളിൽ ഇവർക്ക് ക്ഷമ കുറവാണെന്ന് തോന്നാമെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ ഇവർക്ക് വലിയ സ്ഥിരതയുണ്ടാകും. തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പിന്മാറാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. ചിലർക്ക് വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഔഷധ സസ്യങ്ങളിലും താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചും പഠിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ടാകും. ഏതൊരു നക്ഷത്രത്തെയും പോലെ ആയില്യം നക്ഷത്രക്കാർക്കും ചില ദോഷവശങ്ങളോ വെല്ലുവിളികളോ ഉണ്ടാകാം. എന്നാൽ ഇത് ആയില്യത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ നക്ഷത്രക്കാർക്കും അവരവരുടേതായ വെല്ലുവിളികളുണ്ട്. ചിലപ്പോൾ ഇവർക്ക് തീവ്രമായ സ്വഭാവം പ്രകടമാകാം. കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാനും തങ്ങളുടെ വഴികളിൽ കാര്യങ്ങൾ നടക്കാനും ഇവർ ആഗ്രഹിക്കും. ഇത് ചിലപ്പോൾ മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് വഴിയൊരുക്കാം. എന്നാൽ ഈ തീവ്രതയെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഇവരുടെ ഉൾക്കാഴ്ചയും നിരീക്ഷണ പാഠവും കാരണം ചിലപ്പോൾ ഇവർക്ക് തങ്ങളുടെ വികാരങ്ങളെയും ദുഃഖങ്ങളെയും ഉള്ളിലൊതുക്കാനുള്ള പ്രവണത ഉണ്ടാകാം. ഇത് മാനസിക പിരിമുറുക്കങ്ങൾക്ക് വഴിയൊരുക്കാം. ഒരു നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാവിയെയും നിർണ്ണയിക്കുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. ഒരു വ്യക്തിയുടെ ജനന ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാപഹാരങ്ങൾ, യോഗങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വേണം ഒരു ബലം പറയാൻ. ഈ പറച്ചിൽ കേട്ട് പല ആയില്യം നക്ഷത്രക്കാരായ പെൺകുട്ടികൾക്കും വിവാഹാലോചനകൾ വരാൻ തടസ്സമാകുന്നത് ഖേദകരമാണ്. യഥാർത്ഥത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് സംരക്ഷണ മനോഭാവവും പ്രതിബദ്ധതയും ഉണ്ട്. അവർ തങ്ങളുടെ കുടുംബത്തെയും പങ്കാളിയെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ളവരാണ്. ഈ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ശക്തമായ വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ പങ്കാളിയോട് അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ചിലപ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നത് ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. പരസ്പര വിശ്വാസവും തുറന്ന ആശയവിനിമയവും ദാമ്പത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും ഇവർ. എന്നാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും. ഗവേഷണം, വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ, മാധ്യമപ്രവർത്തനം, നയതന്ത്രം, ബാങ്കിംഗ്, വൈദ്യശാസ്ത്രം, മരുന്ന് വ്യവസായം, ഇൻഷുറൻസ്, നിയമം എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. ഇവരുടെ ബുദ്ധിശക്തിയും കാര്യക്ഷമതയും ഈ മേഖലകളിൽ വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീവ്യൂഹ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതും നല്ലതാണ്. ആഴത്തിലുള്ള അറിവ് നേടാൻ താല്പര്യം കാരണം ആത്മീയ കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങളെക്കുറിച്ചും തത്വശാസ്ത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കാം. ആയില്യം നക്ഷത്രക്കാരെ വിജയത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ നോക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും പഠിക്കുക. ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അക്ഷമയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധികളും അവിശ്വാസവും ഒഴിവാക്കുക. മാനസിക സമാധാനത്തിനും ഏകാഗ്രതയ്ക്കും യോഗയും ധ്യാനവും ശീലമാക്കുക. പുതിയ ആളുകളുമായി ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ശ്രമിക്കുക. ബുധൻ അധിപനായതിനാൽ ബുധപ്രീതിക്കായി വിഷ്ണുഭജനം നടത്തുന്നത് നല്ലതാണ്. പച്ചവസ്ത്രങ്ങൾ ധരിക്കുന്നതും പച്ചപ്പയർ ദാനം ചെയ്യുന്നതും ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. സർപ്പങ്ങളാണ് ദേവതകൾ എന്നതിനാൽ സർപ്പപ്രീതിക്കായി സർപ്പക്കാവുകളിൽ ദീപം കൊളുത്തുന്നതും സർപ്പബലി നടത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആയില്യം നക്ഷത്രത്തെ ഭയത്തോട് കാണുന്നതിന് പകരം അതിന്റെ സവിശേഷമായ ഗുണങ്ങളെയും കഴിവുകളെയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അവരുടെ ബുദ്ധിശക്തിയും ഉൾക്കാഴ്ചയും തന്ത്രപരമായ കഴിവുകളും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ സഹായിക്കും. സർപ്പങ്ങളുടെ പ്രതീകം സൂചിപ്പിക്കുന്നത് പോലെ ഇവർക്ക് ആഴത്തിലുള്ള ജ്ഞാനവും പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള കഴിവും ഉണ്ട്. ഏതൊരു നക്ഷത്രത്തെയും പോലെ ആയില്യം നക്ഷത്രക്കാർക്കും അവരുടേതായ വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ഈ വെല്ലുവിളികളെ ശരിയായ രീതിയിൽ സമീപിക്കുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷവും നേടാൻ സാധിക്കും. തെറ്റിദ്ധാരണകൾ തിരുത്തി ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ അർഹിക്കുന്ന അംഗീകാരം നൽകേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. ആയില്യം ഒരു ശാപമല്ല, മറിച്ച് ബുദ്ധിയുടെയും ഉൾക്കാഴ്ചയുടെയും സംരക്ഷണത്തിന്റെയും അടയാളമാണ്. ഭയത്തോടെയല്ല, ആദരവോടെയും പ്രശംസയോടെയുമാണ് നാം ഈ നക്ഷത്രത്തെ കാണേണ്ടത്.